Come and see. Follow me. നീ എന്റെ പിന്നാലെ വാ. എനിക്കെന്ത് ദൈവം ചെയ്തോ അത് നിന്റെ വീട്ടിൽ ദൈവം ചെയ്യും. നീ ദൈവത്തിന്റെ അഭിഷിക്തനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ പുറത്തു പോയിട്ട് വീട്ടിൽ വരുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ദൂത് പറയുന്ന, നിന്റെ മുഖത്ത് നോക്കി പ്രവചിക്കുന്ന പ്രവാചക സൈന്യത്തെ നിന്റെ വീട്ടിനകത്ത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 51 വരെ വായിക്കുമ്പോൾ ഫിലിപ്പോസ് നഥനയേലിന്റെ അടുത്ത് വന്നിട്ട് സുവിശേഷം പറയും. എന്താ സുവിശേഷം? പുസ്തകം കൊടുത്തിട്ട് ഫിലിപ്പോസ് ഓടിക്കളഞ്ഞോ? ഒരു ട്രാക്ട് കൊടുത്തിട്ട് ഓടിക്കളഞ്ഞോ? നോ. ഫിലിപ്പോസ് നഥനയേലിന്റെ അടുക്കൽ പോയിട്ട് മശിഹായെ കണ്ടു. ഒരു പ്രതികരണം ഇല്ലല്ലോ നിങ്ങൾക്ക്? സിമ്പിൾ. ഫിലിപ്പോസ് നഥനയേലിന്റെ അടുക്കൽ വന്നിട്ട് മശിഹായെ കണ്ടു. നീയും ഞാനും ഞങ്ങളുടെ ഗോത്രപിതാക്കന്മാരും കാണാൻ ആഗ്രഹിച്ച മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരിലൂടെ അരുളപ്പാട് ലഭിച്ച അവനെ ഞാൻ കണ്ടു. അവൻ ജോസഫിന്റെയും മറിയയുടെയും പുത്രനായ യേശുക്രിസ്തു അത്രേ. കരമടിച്ചു പറയാം, ഇന്ന് രാത്രി നിന്റെ വായിൽ നിന്ന് പുറപ്പെടേണ്ട ഒരേ ഒരു നാമം നാസറേനായ യേശു. ഫിലിപ്പോസ് പറയാ, എടാ എനിക്കൊരു 25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ഞാൻ മശിഹായെ കണ്ടു. നഥനയേലേ, ഞാൻ രാജാവിനെ കണ്ടു, ഞാൻ പ്രവാചകനെ കണ്ടു, ഞാൻ പുരോഹിതനെ കണ്ടു. അവന്റെ പേര് നസ്രേനായ യേശു. എന്നെ അറിയും നാഥനേ, എന്നെ അറിയും യേശുവേ, കൈവിടാത്തവനാകയാൽ എന്നെ നൽകിടും യേശുവേ. എന്നെ അറിയും നാഥനേ, എന്നെ അറിയും യേശുവേ, കൈവിടാത്തവനാകയാൽ എന്നെ നൽകിടും യേശുവേ. ഹല്ലേലൂയ. എനിക്കൊരു യേശുവുണ്ട്. പോയി പറ, ഞാൻ യേശുവിനെ കണ്ടു, എന്റെ കടഭാരം മാറി. എന്നെ യേശുവിനെ കണ്ടു, എന്റെ ക്യാൻസർ മാറി, ട്യൂമർ മാറി, വെരിക്കോസ് മാറി, ഡയബറ്റീസ് മാറി, തൈറോയിഡ് മാറി, എല്ലാ ദാരിദ്ര്യവും മാറി, എല്ലാ കഷ്ടതയും മാറി, എനിക്ക് സമാധാനം കിട്ടി. നഥനയേൽ ചോദിച്ചു, നിന്റെ കൂടെ ഞാൻ വരാം, നിന്റെ കൂടെ ഞാൻ വരാം. നന്മ കിട്ടും, വല്ല നന്മയും കിട്ടോ? ഫിലിപ്പോസ് പറഞ്ഞു, കം ആൻഡ് സീ, കം ആൻഡ് സീ, ഫോളോ മീ. നീ എന്റെ പിന്നാലെ വാ. എനിക്കെന്ത് ദൈവം ചെയ്തോ അത് നിന്റെ വീട്ടിൽ ദൈവം ചെയ്യും. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, യേശുവിനെ എപ്പോഴാണോ ഫിലിപ്പോസ് കണ്ടത്, അവൻ യേശുവിനെ പോലെയായി. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശുവിനെ നീ എപ്പോ കാണുന്നു, നീ യേശുവിനെ പോലെയാകും. അപ്പോസ്തല പ്രവൃത്തിയിലെ 19-ാം അധ്യായമാണെന്ന് തോന്നുന്നു, ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നു. ദൈവത്തിന്റെ അഭിഷിക്തനായ ഫിലിപ്പോസിന് 4 പെൺമക്കളായിരുന്നു, 4 പ്രവാചകിമാരായിരുന്നു. കാരണം പഠിച്ചു പറ, നീ ദൈവത്തിന്റെ അഭിഷിക്തനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ പുറത്തു പോയിട്ട് വീട്ടിൽ വരുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ദൂത് പറയുന്ന, നിന്റെ മുഖത്ത് നോക്കി പ്രവചിക്കുന്ന പ്രവാചക സൈന്യത്തെ നിന്റെ വീട്ടിനകത്ത്. യേശുവിനെ കണ്ടെത്തിയ ഫിലിപ്പോസിന് ജനിച്ച 4 പ്രവാചകിമാരായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നിന്റെ തലമുറകൾ പ്രവചിക്കുന്ന തലമുറകളായിരിക്കും? പ്രവചിക്കുന്ന തലമുറകൾ.